രാസലഹരിയെ ചെറുക്കാൻ ഒരു നാടൊന്നാകെ ഒന്നിക്കുമ്പോൾ ലഹരിക്കടിമയായവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ചികിത്സാ ചിലവ് വഹിക്കാനൊരുങ്ങുന്ന 3 ഗ്രാമങ്ങളെയാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ലഹരി വിൽപ്പനക്കാർക്കും അത് ഉപയോഗിക്കുന്നവർക്കും വിലക്കേർപ്പെടുത്തി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് നാടിന്റെ കരുതലാവുകയാണ് ഈ നാട്ടുകൂട്ടം സംഘം. കാണാം. മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയിലെ ആലങ്കോട് കപ്പൂർ പഞ്ചായത്തുകളിലെ ഉദിനുപറമ്പ്, ഞാറക്കുന്ന്, മുള്ളൻകുന്ന് എന്നീ ഗ്രാമങ്ങളിലെത്തിയാൽ കാണാം ലഹരി നിരോധിത ഗ്രാമം എന്ന തലക്കെട്ടിലുള്ള ഇത്തരം വലിയ ബോർഡുകൾ. ലഹരിക്ക് അടിമയായ ഒരു കൊലക്കേസ് പ്രതിയുടെ ആക്രമണത്തിന് ഇരയായ സുബൈർ തന്നെ പറയും നാട് ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്തെന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു ലഹരിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അന്നാണ് എനിക്ക് എൻ്റെ തലയിൽ കാണാം 9 സ്റ്റിച്ച് നമ്മുടെ ഇവിടുത്തെ ലഹരിക്കാർ ഉപദ്രവത്തിൽ നമുക്ക് അനുഭവപ്പെട്ടത്. ഇനി ഇവിടെ ഒരു ലഹരിക്കാരനെ ഞങ്ങളിവിടെ വാഴ്ത്തില്ല. അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ നാട് കാരണം വെച്ചാൽ ആ സുന്ദരമായ ലെവലിൽ കൂടെ തന്നെ പോയും കൂടി ഇരിക്കണം. ഞങ്ങൾ വളർന്നു വരുന്ന മക്കൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ രക്ഷിതാക്കൾ കാണിച്ചു തന്ന അതേ പാതയിൽ കൂടെ ഞങ്ങൾ സഞ്ചരിച്ച അതേ പാതയിൽ കൂടെ ഞങ്ങളുടെ മക്കളും സഞ്ചരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നാട്ടിലെ 100ഓളം പേരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നാട്ടുകൂട്ടം എന്ന സംഘടനയാണ് പുതുതലമുറയുടെ ഈ കരുതലിനും പുറകിൽ. ഉദിനുപറമ്പിലെ മദ്രസ കെട്ടിടത്തിലെ സിദ്ദിഖിന്റെ തയ്യൽ കടയിൽ ദിവസവും ഒത്തുകൂടി കാര്യങ്ങൾ വിലയിരുത്തും നാട്ടുകൂട്ടം. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് UNM എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും സ്ത്രീകളും കുട്ടികളും യുവാക്കളും എല്ലാവരും അടങ്ങിയ സംഘം വലിയ പ്രതിഷേധ ആണ് ഞങ്ങളുടെ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത്. ഈ മാഫിയകൾക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന് ക്ലാസ് ഞങ്ങൾ ഈ മുർഷിദുൽ അനാം മദ്രസയിൽ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തി. വിലക്കിൽ അവസാനിപ്പിക്കുകയല്ല ഈ നാട്ടുകൂട്ടം ചെയ്യുന്നത്. ലഹരിക്കടിമയായവരെ ചികിത്സിച്ച് സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കാനാണ് പുതിയ തീരുമാനം. ഇന്നാട്ടുകാരായ UAE-യിലെ നിരവധി പേരുടെ സാമ്പത്തിക സഹായവും ഉറപ്പായതോടെ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാൻ ഫോൺ നമ്പറും പരസ്യപ്പെടുത്തി നാടിനൊപ്പമുണ്ട് ഈ കൂട്ടായ്മ. ഇപ്പോഴുള്ള നമ്മുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിനുപറമ്പ്, മുള്ളൻകുന്ന്, ഞാറക്കുന്ന് ഈ പ്രദേശത്തുള്ള ആൾക്കാരിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഇതുപോലുള്ള ലഹരി ഉപയോഗിച്ച് അവരുടെ വീട്ടുകാർക്കോ ഇല്ലാച്ചെങ്കിൽ നാട്ടുകാർക്കോ വല്ല പ്രശ്നങ്ങളുണ്ട് വെച്ചെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് അവരുടെ എന്താ വെച്ചാൽ ചികിത്സ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും. നമ്മുടെ ഈ നാട്ടുകൂട്ടം തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കും. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഉള്ള ഏതെങ്കിലും വീടുകളിൽ കുട്ടികൾ, അതായത് അവരുടെ ഉമ്മമാർക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കോ ഇവരിങ്ങനെ ഉപയോഗിക്കുന്നവരാണെന്ന് അവർക്ക് എന്തായാലും അറിയാൻ സാധിക്കും. ഇവരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാം, രഹസ്യമായിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഭക്ഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇത് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നാട്ടുകൂട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത്. നാടിന്റെ കരുതലാകുന്ന ഈ നാട്ടുകൂട്ടം പറഞ്ഞു തരുന്ന പാഠം ചെറുതല്ല, മാതൃകയാക്കണം നാടാകെ. ന്യൂസ് മലയാളം, മലപ്പുറം.